ആരംഭിക്കുന്നതിനായിട്ട് യോഗ അധ്യക്ഷൻ മാസ്റ്റർ ശ്രീരാജ് സജീവനെയും മറ്റ് വിശിഷ്ട അതിഥികളെയും ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാരെയും ഹാളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഇരിക്കാം. സ്വാഗതത്തിനായി ബാലജനവേദിയുടെ സെക്രട്ടറി കുമാരി അവന്തിക അനിലിനെ ക്ഷണിക്കുന്നു. അവന്തിക സുനിൽ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടക, മറ്റു വിശിഷ്ട അതിഥികളെ, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, കളങ്ങര ദേശാഭിമാനി വായനശാലയുടെ ബാലജനവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശിശുദിനാഘോഷവും നവീകരിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനവും ഇന്ന് നടക്കുമ്പോൾ ബാലജനവേദിയുടെ സെക്രട്ടറി എന്ന നിലയിൽ നിറഞ്ഞ സന്തോഷവും അഭിമാനവും ഉള്ള ദിവസമാണിന്ന്. 2024 ജനുവരിയിൽ രൂപീകരിച്ച ഗ്രന്ഥശാലയുടെ ബാലജനവേദിയുടെയും വായനശാല ഭരണസമിതിയുടെയും പിന്തുണ വളരെ വലുതാണ്. പ്രവർത്തനങ്ങൾക്ക് വായനശാല ഭരണസമിതി നൽകുന്ന പിന്തുണ വലിയൊരു ഉദാഹരണമാണ് ഇന്നിവിടെ നൽകുന്ന നവീകരിച്ച വായനശാലയുടെ ഉദ്ഘാടനം പോലും. വരും നാളുകളിൽ വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് ബാലജനവേദി മുന്നിൽ നിന്ന് നയിക്കുവാൻ എല്ലാം സാധിക്കുമെന്ന് വിശ്വാസപ്രിയങ്കനായ മാസ്റ്റർ ശ്രീരാഗിനെ ഈ സമ്മേളനത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഉദ്ഘാടകയായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുമാരി വൈഗാലക്ഷ്മി, അമൃത TV സൂപ്പർ സ്റ്റാർ ആയ നമ്മുടെ നാട്ടുകാരിയും കൂടെ ആയ കുമാരി വൈഗാലക്ഷ്മിക്ക് ഈ സമ്മേളനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടി കൗമാരവും കരുത്തും കരുതലും എന്ന വിഷയത്തെ പറ്റി ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി വിയപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൈക്കോളജിക്കൽ സ്കൂൾ കൗൺസിലറായ ശ്രീമതി രജനി മേഡത്തിനെയും ഈ സമ്മേളനത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയിയായ കുമാരി അനില വിദ്യാസാഗറിനെയും ഈ സമ്മേളനത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് വായനശാലയുടെ വൈസ് പ്രസിഡൻറ്റും വനിതാവേദിയുടെ പ്രസിഡൻറ്റുമായ വായനശാലയുടെ വൈസ് പ്രസിഡൻ്റായ ശില്പ വിജയകുമാർ, അതുപോലെ തന്നെ വനിതാവേദിയുടെ പ്രസിഡൻ്റായ ശ്രീമതി സുഷമ സുധാകരനെയും എന്നിവർക്കും ഈ സമ്മേളനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർക്കും എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ബാലജനവേദി പ്രസിഡന്റ് മാസ്റ്റർ ശ്രീരാജ് രാജീവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ദേശാഭിമാനി വായനശാല റീഡിംഗ് റൂമിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശിശുദിനാഘോഷവും നവീകരിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനവും തുടങ്ങിയ ചടങ്ങിലേക്കാണ് നാം എല്ലാവരും എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും ഇങ്ങനെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി എത്തിച്ചുകൊള്ളാൻ സാധിക്കുന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഉണ്ട്. നമുക്കറിയാം, 1955 ദേശാഭിമാനി വായനശാല സ്ഥാപിതമാവുകയും അത് 1979 ഇന്ന് കാണുന്ന ഈ കെട്ടിടത്തിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദീർഘകാലത്തെ ഒരു ഭൂപ്രദേശത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായി നിലകൊള്ളുകയും ആ സാംസ്കാരിക കേന്ദ്രം എന്ന രീതിയിൽ ആ ഭൂപ്രദേശത്തിന് സാരമായ നേട്ടങ്ങൾ നേടിക്കൊടുക്കുകയും സാരമായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുകയും ചെയ്തൊരു സാംസ്കാരിക കേന്ദ്രമാണ് ഈ വായനശാല. നമുക്കിതിൻ്റെ പേരിലേക്ക് തന്നെ ചെല്ലുമ്പോഴും ദേശാഭിമാനിയാണ്, ദേശത്തിൻ്റെ അഭിമാനമാണ്, ദേശത്തിൻ്റെ ഒരു പ്രാദേശികതയുടെ ഒരു ഭൂപ്രദേശത്തിൻ്റെ സത്വത്തെ, സാരത്തെ ഉൾക്കൊള്ളുന്ന അതിൻ്റെ കലാക്ഷേത്രമാണ് വായനശാല എന്ന് പറയുന്നത്. അതൊരു നാടിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. എവിടെയാണ് വായനശാലകൾ അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നത്, അവിടെ ആ നാടിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളാണ് നഷ്ടപ്പെടാറുള്ളത്. അപ്പം അങ്ങനെ അല്ലാതെ ആ നാടിൻ്റെ സാംസ്കാരിക മൂല്യത്തെ, സാംസ്കാരിക സ്വത്വത്തെ അടക്കി പിടിക്കുവാനുള്ള, ചേർത്ത് പിടിക്കാനുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഓരോ നാടിലും വായനശാലകൾ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ കളങ്ങരയുടെ മണ്ണിൽ അല്ലെങ്കിൽ ഈ അമ്പറമൂലയുടെ പരിസരങ്ങളിൽ വലിയ രീതിയിലുള്ള സാംസ്കാരിക മുന്നേറ്റത്തിന്
സാക്ഷ്യം വഹിച്ചിട്ടുള്ള കാരണഭൂതമായിട്ടുള്ള ഒരു ഗ്രന്ഥശാലയുടെ ഭാഗമായി നിന്നുകൊണ്ട് ബാലജന വേദി പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇവിടുത്തെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ സാധിക്കുന്നതിലെ ചരിതാർത്ഥ്യം, അഭിമാനം ഞാനിവിടെ അറിയിച്ചു കൊള്ളുകയാണ്. നമുക്കറിയാം, നമ്മളിത് ആഘോഷിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ചാച്ചാജിയുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്. അത് നവംബർ 14-ാം തീയതിയാണ്. എന്നാൽ നവംബർ 14-ാം തീയതി കുട്ടികൾക്കെല്ലാം സ്കൂളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളത് 17-ാം തീയതി ഞായറാഴ്ചത്തേക്ക് മാറ്റുവാനുള്ളൊരു കാരണം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ആ ഒരു മഹാമനുഷ്യൻ്റെ, ഈ രാജ്യത്തെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് ജവഹർലാൽ നെഹ്റുവിനെ വിളിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പിയായിട്ടുള്ള, ആധുനിക ഇന്ത്യയെ ഇന്ന് കാണുന്ന രീതിയിൽ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മഹാമനുഷ്യയുടെ ജന്മദിനത്തിന് അനുബന്ധിച്ചാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പം കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന, കുട്ടികളിലാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ന് തിരിച്ചറിയുന്ന, വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാര്യമായ തൻ്റെ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ കാര്യമായ പ്രാധാന്യം നൽകിയ, വിദ്യാഭ്യാസത്തിലൂടെ ഒരു രാജ്യത്തെ ഉദ്ധരിച്ചെടുക്കാമെന്ന് കാര്യമായി വിശ്വസിച്ച മഹാമനീഷിയായിരുന്ന, വിദ്യാഭ്യാസ വീക്ഷകനായിരുന്ന ഒരു മനുഷ്യൻ്റെ ജന്മദിനമാണ് ഏറ്റവും കുട്ടികൾക്ക് ആഘോഷിക്കേണ്ട ഒരു ദിനമായി മാറുന്നത്. ആ ദിനത്തിൻ്റെ ഒരു ഔപചാരികമായൊരു ആഘോഷം, ഔപചാരികമായൊരു ഒരു ദിനാചരണമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. കൂടെ നമുക്കറിയാം, ഈ ഗ്രന്ഥശാലയുടെ നവീകരിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം കൂടിയാണ്. നിങ്ങൾക്ക് കാണാം, ഈ ഗ്രന്ഥശാലയുടെ ഉൾഭാഗം നമ്മൾ പൂർണ്ണമായ രീതിയിൽ നവീകരിച്ചിട്ടുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളിൽ വായനയെ ആസ്വദിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കിനി ഇവിടെ ഉണ്ടാകുമെന്നത് വളരെ സന്തോഷത്തോടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വായന വളരെ ജീവിതത്തിന് അത്യന്താപേക്ഷികമായൊരു കാര്യമാണ്. വായന വെറും വായനക്കമാകാതിരിക്കട്ടെ, അത് ചിന്തകളുടെ, തലയുടെ, ബോധത്തിൻ്റെ, നിറവുകളുടെ, ഭാവനയുടെ അനക്കമായി തീരട്ടെ. അതിനുള്ള മെച്ചപ്പെട്ട അവസരം, നല്ല സാഹചര്യങ്ങളിൽ, വൃത്തിയുള്ള സാമൂഹിക അന്തരീക്ഷങ്ങളിൽ മാത്രമേ വൃത്തിയുള്ള മനസ്സുണ്ടാവത്തുള്ളൂ. വൃത്തിയുള്ള അന്തരീക്ഷത്തിലെ വൃത്തിയുള്ള മനസ്സുണ്ടാവത്തുള്ളൂ. വൃത്തിയുള്ളൊരു അന്തരീക്ഷത്തിൽ, വൃത്തിയുള്ളൊരു സാഹചര്യത്തിൽ, വൃത്തിയുള്ള ബുദ്ധിയുള്ള മനസ്സുകളെ വാർത്തെടുക്കാനുള്ള മികച്ചൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നവീകരിച്ച ഗ്രന്ഥശാല ഉദ്ഘാടനം കൂടി നടക്കുന്നത്. വലിയ വിജയമായി തീരട്ടെ. ഈ ഗ്രന്ഥശാലയുടെ ഇനി മുന്നോട്ടുള്ള കുതിപ്പിലും നിങ്ങളുടെ നിർണായകമായ സാന്നിധ്യവും ഉണ്ടാവട്ടെ. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ. നല്ല മനസ്സുകളിൽ നിന്ന് നല്ല ചിന്തകളുടെ പുത്തൻ കുത്തൊഴുക്കുകൾ ഉണ്ടാവട്ടെ. അമരശില്പികളായ, രാജശില്പികളായി വിളങ്ങട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഗ്രന്ഥശാലയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ റിക്സൺ ചേട്ടൻ ഇവിടെ എത്തിയിട്ടില്ല. ഗ്രന്ഥശാലയുടെ സെക്രട്ടറി അനീഷേട്ടനാണ് ഈ പരിപാടിക്കെല്ലാം നമ്മുടെ സഹായമായിട്ട് നിന്നിട്ടുള്ള. അനീഷേട്ടനോടുള്ള അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും സ്നേഹവും അറിയിക്കാനുള്ള അവസരമായിട്ട് ഇത് കാണുന്നു. ബാക്കി ഈ വായനശാലയുടെ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നവീകരിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ കുമാരി വൈകാലക്ഷ്മി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഉദ്ഘാടന പ്രസംഗമൊന്നും പറയാൻ എനിക്കറിയത്തില്ല. എന്തായാലും ദേശാഭിമാനി വായനശാലയുടെ, ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനത്തോടുമനുബന്ധിച്ച് ഇന്നിവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. കൂടുതലൊന്നും പറയാനില്ല. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. കുഞ്ഞിനി മാഷ് എഴുതിയതാണ്. അപ്പോൾ എല്ലാവരും ഈ ഗ്രന്ഥശാലയെ ഒരു വായനശാലയെ ഒരു യൂസ്ഫുള്ളായിട്ട് എല്ലാവരും എടുക്കുക, ഇവിടെ വന്ന് വായിക്കുക, വായിച്ച് വളരുക എന്ന് മാത്രം പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ നേരുന്നു. താങ്ക് യു. അടുത്തതായിട്ട് ഭദ്രദീപം കൊളുത്തുന്ന ചടങ്ങാണ്. ഭദ്രദീപം കൊളുത്തുന്നതിനായിട്ട് ഉദ്ഘാടകനെയും ഒപ്പം മറ്റ് വിശിഷ്ട അതിഥികളെയും ക്ഷണിച്ചുകൊള്ളുന്നു.
തിരക്കുകൾക്കിടയിലും ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന കുമാരി വൈകാലക്ഷ്മിക്ക് വായനശാലയുടെ ഒരു ഉപകാരം സമ്മാനിക്കുകയാണ്. ഉപകാരം സമ്മാനിക്കുന്നതിന് വായനശാല ജോയിന്റ് സെക്രട്ടറി ശ്രീ വിശാൽ വിശ്വനാഥനെയും ഒപ്പം ഉപകാരം ഏറ്റുവാങ്ങുന്നതിനായി കുമാരി വൈകാലക്ഷ്മിയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി കുമാരി വൈകാലക്ഷ്മി നമുക്കായിട്ട് ഒരു ഗാനം ആലപിക്കുന്നു. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനി. എതിരെ നിന്നതേതുമേ താനെ അങ്ങു നീക്കുവാൻ ചാലു തീത്തുമെത്തുമേ നീരൊഴുക്കുകൾ. തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിൻ്റെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. മൂടുന്നൊരിട്ടകറ്റാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞുണരും. നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര്. ഉയർന്നു വാ ഉയർന്നു വാ കടകളെ നീ ജയിച്ചു വാ. ഉയർന്നു വാ ഉയർന്നു വാ ഇരുട്ടിനെ നീ ജയിച്ചു വാ. താങ്ക് യു.
പുതിയ തലമുറയിലേക്ക് എത്തിച്ചേരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച കൗമാരം കരുത്തും കരുതലും എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായിട്ട് വിയപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൈക്കോളജിക്കൽ കൗൺസിലർ ശ്രീമതി രജനി എ അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ കൂപ്പുകൈ. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുവാൻ കഴിഞ്ഞതിൽ. വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ശരിക്കും ഒരു അഭിമാനമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്, അല്ലെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളെയും യുവതലമുറയെയും ആശ്രയിച്ചിരിക്കുന്നു. അതിലേറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്. അപ്പോൾ അത്രയും കരുതലോടെയും ശ്രദ്ധയോടെയും കഴിഞ്ഞു പോകുന്ന നമ്മളാക്കിയെടുക്കേണ്ട ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ നവീകരിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനവും അതിനോട് അനുബന്ധിച്ചു കുട്ടികൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഈ പരിപാടികൾ, അവരുടെ പുരോഗതിയും ഉന്നമനത്തിനു വേണ്ടി മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ പരിപാടികൾ ഏറ്റവും സ്വാഗതാർഹവും അതുപോലെ പ്രശംസനീയവുമാണ്. അപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്നെ ക്ഷണിക്കുകയും ഇതിലെ ഒരു ഭാവവാക്കാവുവാനും അവസരം നൽകിയ ബഹുമാനപ്പെട്ട ദേശാഭിമാനി ലൈബ്രറിയുടെ എല്ലാ ബഹുമാനരായ പ്രവർത്തകരോടും ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കൗമാരം കരുത്തും കരുതലുമാണ്. കൗമാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിശിഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളെ കേന്ദ്രീകരിച്ചാണ് സംസാരിക്കേണ്ടതെങ്കിലും ഈ കുഞ്ഞുങ്ങൾ കഴിയേണ്ടത് നമ്മൾ മാതാപിതാക്കളോടും സമൂഹത്തോടും ഒപ്പം ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്തമാണ് ഓരോ കുഞ്ഞിൻ്റെയും വളർച്ചയും വികാസത്തിൻ്റെയും ഘട്ടം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. കൗമാരമെന്ന് പറയുന്നത് ശരിക്കും ബാല്യത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ സ്റ്റേജാണ് കൗമാരം എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാലമാണ്. ഒരു യുവാവ് അല്ലെങ്കിൽ യുവതിയായി മാറുന്നതിന് തൊട്ട് മുമ്പുള്ള അവരുടെ ശാരീരികമായാലും മാനസികമാണേലും വൈകാരികമായിട്ടാണേലും അല്ലെങ്കിൽ ബൗദ്ധികപരമായിട്ടാണേലും സാമൂഹികപരമായിട്ടും എല്ലാ തരത്തിലുമുള്ള ഒരു വളർച്ചാ ഘട്ടമാണ് കൗമാരം. അതുകൊണ്ട് തന്നെയാണ് കൗമാരത്തിൽ ഇത്രമാത്രം പ്രാധാന്യം ഉള്ളത്. അപ്പോൾ ഈ കൗമാര കാലഘട്ടത്തിൽ ഒരു കുട്ടി എന്തൊക്കെ ആർജിച്ചെടുക്കുന്നുവോ, അല്ലെ എത്രമാത്രം നല്ല രീതിയിലാണ് ഒരു കുട്ടിയുടെ കൗമാരം കടന്നു പോകുന്നതോ അത്രമാത്രം ഒരു ഉന്നതി അല്ലെ ഉയർച്ചയിലേക്ക് ഒരു കുട്ടിക്ക് അല്ല ഒരു വ്യക്തിയുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. അപ്പോൾ കൗമാരത്തെ തന്നെ നമുക്ക് പ്രധാനമായും ആദ്യകാല കൗമാരമെന്നും രണ്ടാം ഘട്ട കൗമാരമായെന്നും രണ്ടായി തരംതിരിക്കാം. കൗമാരത്തെ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കിന് 10 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തെയാണ് കൗമാരമെന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 5 വർഷക്കാലത്തെ ആദ്യകാല കൗമാരമെന്നും അതിനുശേഷമുള്ള 5 വർഷക്കാലഘട്ടത്തെ രണ്ടാം ഘട്ട കൗമാരമെന്നും പറയുന്നു. അപ്പോൾ ബാല്യത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ, ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും, നമ്മളവിടെ ജെൻഡർ പറയുന്നില്ല, കുട്ടികൾ
എപ്പോഴും മാതാപിതാക്കളോടൊപ്പമാണ് കൂടുതൽ സമയവും. മാതാപിതാക്കളെ മാതാപിതാക്കളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം മാതാപിതാക്കൾ എന്താണോ പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ആ വാല്യൂസിലൂടെയാണ് ഓരോ കുഞ്ഞും വളർന്നു വരുന്നത് അവരുടെ ആദ്യ ബാല്യകാലഘട്ടത്തിൽ. അതിനുശേഷം ആ ബാല്യത്തിൽ നിന്നും ഒരു 8, 9 അല്ലെങ്കിൽ 10 വയസ്സുകളാകുമ്പോൾ അവർ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ പതിയെ മാതാപിതാക്കളുടെ സ്വാധീനത്തിൽ നിന്നും കുഞ്ഞുങ്ങൾ കൂട്ടുകാരുടെ ഒരു സ്വാധീനത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ് കൗമാരം. അതുകൊണ്ട് തന്നെയാണ് കൗമാര കാലഘട്ടത്തിലെ സൗഹൃദങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നത്. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴെപ്പോഴും ഏറ്റവും അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും എല്ലാം അനുയോജ്യമാകുന്ന സൗഹൃദങ്ങൾ ആവണമെന്ന് പറയുന്നത്. കാരണം തങ്ങളുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആ സമയങ്ങളിൽ കൂട്ടുകാരാണ്. കൂട്ടുകാരുടെ സ്വാധീനം വളരെയധികം കൂടുതലുള്ള പ്രായമാണ് കൗമാരം. മാതാപിതാക്കളുടെ കൈകൾ വിട്ട് സുഹൃത്തുക്കളുടെ അല്ലെ കൂട്ടുകാരുടെ തങ്ങൾ സ്വാധീനിക്കുന്ന തങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ സ്വാധീനം കൂടുതൽ കിട്ടുന്ന പ്രായമാണ് കൗമാര കാലഘട്ടമായതിനാൽ തന്നെ കൊച്ചു കുട്ടികൾ നമ്മൾ എത്രമാത്രം കെയറോടുകൂടി അല്ലെ എത്രമാത്രം ശ്രദ്ധയും പരിചരണത്തിലൂടെയാണോ ഒരു കുഞ്ഞിനെ ചെറിയ പ്രായത്തിൽ വളർത്തി നമ്മൾ എടുക്കുന്നുവോ അതേപോലെ തന്നെ അത്രയും പ്രാധാന്യത്തോടെ ആ ഒരു സ്നേഹവും പരിചരണവും ശ്രദ്ധയും കൗമാര കാലഘട്ടത്തിലും കുട്ടികൾക്ക് നൽകുവാൻ നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മനോഹരമായ കാലഘട്ടമായ ഈ കൗമാരകാലം അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ക്രമമായ രീതിയിൽ നൽകിയാൽ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെ നല്ലൊരു യൗവനത്തിലൂടെയും അതുപോലെ തന്നെ നല്ല ഒരു ഭാവിയിലേക്കും കുഞ്ഞുങ്ങളെ എത്തിക്കുവാൻ ഈ കൗമാര കാലഘട്ടം ഓരോ മാതാപിതാക്കളെയും സഹായിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന കാഴ്ചപ്പാടോടുകൂടി അവരെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അവരെ കൂടെ നിർത്താനും പറ്റിയാൽ ചേർത്തു നിർത്താനും പറ്റിയാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരിധികളില്ലാത്ത തരത്തിൽ ഉയർച്ചയിലേക്ക് അവർക്ക് പോകുവാൻ ഒരു സപ്പോർട്ട് നൽകാൻ ഓരോ പേരൻറ്റിനും ഇന്നത്തെ കാലഘട്ടത്ത് സാധിക്കുമെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. പറഞ്ഞു വന്നത് അപ്പോൾ അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ബഹുമാനങ്ങൾ നൽകിക്കൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അവിടെ രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ചെറിയ ആ ഒരു എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ സഹിതം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൊണ്ട് തന്നെ ഒരു തീരുമാനം എടുപ്പിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ശരിയായ തീരുമാനം കുട്ടികൾ എടുക്കുകയും വേണ്ട എന്ന് പറയുന്ന കാര്യത്തെ വേണ്ട എന്ന് തന്നെ വെക്കാൻ കുട്ടിക്ക് തീരുമാനം എടുക്കാൻ കഴിയും. ഭാവിയിൽ ഈ കുട്ടിക്ക് സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് എന്ത് വേണമെന്നും എന്ത് വേണ്ടെന്നും ശരിയായ തീരുമാനമെടുത്ത് ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവരെ പ്രാപ്തരാക്കുവാനും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കഴിവ് ചെറിയ പ്രായത്തിലെ കുട്ടിയെ വളർത്തിയെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കുടുംബ അന്തരീക്ഷം കുറച്ചുകൂടെ സമാധാനപരമായും സന്തോഷപരമായും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പരസ്പരമുള്ള തുറന്നു പറച്ചിലുകളും ചേർത്ത് പിടിക്കലുകളും എപ്പോഴും ഗുണം ചെയ്യുന്നതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഞാൻ നാടിലെ വായനശാലയാണ്. അപ്പം ഇപ്പോൾ എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വായനയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രദേശവും അവിടുത്തെ വായിച്ചു വളരുവാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടം നല്ലവരായ പ്രവർത്തകർ. അപ്പോൾ ഇതിനെല്ലാവിധമായ ഈ പ്രദേശത്തെ ഓരോ കുഞ്ഞിനും വായനയിലൂടെ അറിവ് നേടി ജീവിതത്തിൻ്റെ ഉയർച്ചകളിൽ എത്തിച്ചേരുവാൻ അവരെ സഹായിക്കട്ടെ ഈ ഉദ്യമമെന്നും ആശംസിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് കുമാരി വൈഗാലക്ഷ്മി ഒരു ഗാനം ആലപിക്കുന്നു. പാരി
പതിചിരി ചന്ദ്രികയെ 14ന്റെ ചേലൊളിയേ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ മധുരക്കിനാവിൻ്റെ കഥകു തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ മധുരക്കിനാവിൻ്റെ കഥകു തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ കലബലതറിയാം പെണ്ണെ ദഫിൽ മുട്ടുന്നു പെണ്ണെ കോലിൽ തട്ടുന്നു നിന്റെ നെഞ്ചിൽ മുട്ടുന്നു ഇരുമൈ തകതേ താളം തമ്മിൽ കൊള്ളാനായി പെൺമേ ആൺമേ കൊണ്ടോനോ വീണ്ടും മണ്ണും മുന്നോന സ്വർഗത്തിങ്കലെത്തിപ്പെട്ട യത്തീമിനാലെ നിന്നെ കണ്ടാലാകെ ആലാകെ മാറുന്നേ നിന്നെ കണ്ടാലാകെ ആലാകെ മാറുന്നേ. എല്ലാവരും ഡാൻസ് കളിക്കാൻ വരുമോ പിള്ളേർ? പടയാളികളായിരമായിരം സുഖരായി പടയോടിയ ഭാവന ഭൂമിക താണ്ടിയ സംഹതിയായി പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമായി പല പാവന മാനവ മാനസ സങ്കട സംഗതിയായി ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തിനാളെ ശങ്കപ്പൂമ്പാറ്റെ കന്നിപ്പാറല്ലേ ചിറകടി സിൽസിലയാലേ വന്ന് പൊഴിയണ പനിമലരാകെ തുമ്പൊടി തരി ചിന്തണ പൂവിതൾ ചോക്കണ പൂങ്കവിളാകെ പൂവിതളാകണ പൂത്തു നിൽക്കണ പാട്ടു പാടണ മോഹത്തോടെ തൻ മനതിലെ മണിയറയാകെ നിറമലരണി വർണ്ണനയാലെ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട യത്തീമിനാലെ നിന്നെ കണ്ടാലാകെ മധുരക്കിനാവിൻ്റെ കഥകു തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ. കലബലതറിയാം പെണ്ണെ ദഫിൽ മുട്ടുന്നു പെണ്ണെ കോലിൽ തട്ടുന്നു നിന്റെ നെഞ്ചിൽ മുട്ടുന്നു ഇരുമൈ തകതേ താളം തമ്മിൽ കൊള്ളാനായി പെൺമേ ആൺമേ കൊണ്ടോനോ വീണ്ടും മണ്ണും മുന്നോന സ്വർഗത്തിങ്കലെത്തിപ്പെട്ട യത്തീമിനാലെ നിന്നെ കണ്ടാലാകെ ആലാകെ മാറുന്നേ നിന്നെ കണ്ടാലാകെ ആലാകെ മാറുന്നേ. താങ്ക് യു. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയും നമ്മുടെ നാട്ടുകാരിയും കൂടിയായ കുമാരി അനില വിദ്യാസാഗറിനെ ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അനീഷ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ പ്രസംഗിക്കണം അല്ലെങ്കിൽ ആശംസ പറയണമെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. അത് തന്നെയല്ല, ഇപ്പോഴത്തെ ജനറേഷന് പ്രസംഗമൊന്നും അധികം ഇഷ്ടമല്ല. ഇപ്പം തന്നെ എല്ലാവരും ഒരു വല്ലാത്ത ഇതിലിരിക്കുകയാണ് ഇത്രയൊക്കെ കേട്ടിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിനി 3 മാസം കൂടെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫ് തീരും. +2 കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്കൂൾ ലൈഫ് അവസാനിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോഴും ഭയങ്കര വിഷമത്തില്ല. കാരണം +2 കഴിഞ്ഞു, സ്കൂൾ ലൈഫ് കഴിഞ്ഞു, പിന്നെ ഇനി ശിശുക്കളല്ലേ, ഇനി മുതിർന്ന പിള്ളേർ കോളേജിൽ പോകണം, പിന്നെ ഭയങ്കര തിരക്കായി, ഭയങ്കര എന്താ പറയുന്നത്, നമുക്കൊന്നിനും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനി വരുന്നത്. അപ്പം പിന്നെന്താ പറയാനുള്ളത്, ഈ ലഹരിയുടെയും മദ്യത്തിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും നല്ലൊരു വായനശാല നമുക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ നിങ്ങളെല്ലാവരും കാണണം. അപ്പം എന്താ പറയുക, ഞാനൊക്കെ വളർന്നു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ക്ലബിൻ്റെ പരിപാടി, വായനശാല, അങ്ങനെയൊക്കെ പരിപാടിക്ക് ഞാൻ എന്ത് പരിപാടി വിളിച്ചാലും ഞാൻ പോകും കേട്ടോ, ചാടിക്കയറി പോകും. അത് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്തായാലും ഞാൻ ചാടിപ്പോവും. അങ്ങനെയാണ് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യവും ഞങ്ങൾക്ക് ജില്ലയ്ക്ക് സംസ്ഥാനത്ത് പോകാൻ പറ്റി, A ഗ്രേഡ് കിട്ടി. ഇപ്രാവശ്യം ജില്ലയ്ക്ക് പോകാൻ വേണ്ടി സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞു.
ജില്ലയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതും കൂടെ ഞാൻ പറയുകയാണ്, ജില്ല ഉടനെ കായംകുളത്ത് വെച്ചാണ് നടക്കുന്നത്. വഞ്ചിപ്പാട്ട് നാടൻപാട്ടും ഉണ്ടായിരുന്നു. വഞ്ചിപ്പാട്ട് ഞങ്ങൾ 2 വർഷം സംസ്ഥാനത്ത് പോയി, നാടൻപാട്ട് ജില്ല വരെ പോയുള്ളൂ. പക്ഷെ സാരമില്ല, ഇപ്രാവശ്യം വഞ്ചിപ്പാട്ടിന് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് തരണം. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ഈ കുഞ്ഞു ലൈഫാണ് മക്കളെ ഏറ്റവും വാല്യുബിളും ഏറ്റവും മെമ്മറബിളും ആയിട്ടുള്ളത്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞു കാലഘട്ടമാണ്. ഇവിടെ ഇരിക്കുന്ന ആൻറ്റിമാരോടും ചേച്ചിമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരാഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കാലഘട്ടമാണ്, നമ്മുടെ ചൈൽഡ്ഹുഡ് ലൈഫ്. കാരണം വെച്ചാൽ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. എന്താ പറയുന്നത്, നമുക്ക് എന്താ പറയുക, നമ്മുടെ കഴിവുകളെ നമ്മുടെ എല്ലാം ഒരു ചൈൽഡ്ഹുഡ് ലൈഫിലൂടെയാണ് എല്ലാം നടക്കുന്നത്. പക്ഷേ നമ്മൾ വലുതായി കഴിയുമ്പം ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഇപ്പം ഇത്രയും 18 വയസ്സാവാൻ പോകുന്നു, ഇനി കോളേജിൽ കയറി കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയത്തില്ല. അപ്പം ഇപ്പോഴും അമ്മ പറയും നീ കൊച്ചാണ് പറയും. പക്ഷെ നമുക്കറിയാം നമ്മളിനി കൊച്ചല്ല, നമുക്ക് ഓരോ തീരുമാനം എടുക്കേണ്ട കാലഘട്ടം സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫ്യൂച്ചറിലോട്ടുള്ള പ്ലാനിങ് ആണ്, പഠിത്തം, ജോലി, പിന്നെ അതേപോലെ ഫാമിലി, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന മക്കളോട് എനിക്ക് ഒരു അഡ്വൈസ് പറയാനുള്ളൂ, മാക്സിമം നമ്മൾ കുഞ്ഞു ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക. എന്താ പറയുന്നത്, മാക്സിമം നമ്മുടെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക. അതിനാണ് നമ്മൾ ഈ വായനശാലയൊക്കെ പുകഴ്ത്തി വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും അവിടുത്തെ പരിപാടിക്കെല്ലാം ഇനിയും ഞാൻ ഇവിടെ വരും. +2 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പോകത്തില്ല, ഞാൻ ഇവിടെ വരും പരിപാടിക്ക് ഇനി. അപ്പം ഇത്രയും കുട്ടികളല്ല, ഇനിയും കുട്ടികൾ ഇവിടെ ഉണ്ടാവണം. കൂടുതൽ ഇപ്പം മക്കളൊക്കെ ചെന്ന് പറയണം, ചേച്ചിമാരെ അവിടെ നല്ല പരിപാടിയായിരുന്നു, ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വൈകി ചേച്ചിയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വരണം, അപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയണം. പറയത്തില്ലേ? പറയണം. അപ്പം കൂടുതലായിട്ട് നമ്മുടെ വായനശാല എല്ലാവരും അറിയപ്പെടണം. കൂടുതൽ കലാകാരന്മാരെ നമുക്ക് ഇവിടുന്ന് ഉത്ഭവിക്കാൻ നമുക്ക് പറ്റും. അപ്പം മാക്സിമം എല്ലാവരും ഇവിടെ വന്ന് ബുക്ക് എടുത്ത് വായിക്കുക. പിന്നെ അനീഷേട്ടനോടൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടീവായിട്ട് അവർ നമുക്കുണ്ട്. ശ്രീരാഘേട്ടനാണേലും അനീഷേട്ടനാണേലും, അനീഷേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായനശാലയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ്. വിചാരിച്ചാൽ ഒരു വട്ടം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് ഇവരൊക്കെ എന്നെ മറന്നു കാണും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല, നോട്ടീസ് അടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല, ആശംസ പറഞ്ഞൊന്നും ഞാൻ അറിഞ്ഞില്ല. അനീഷേട്ടൻ എന്നോട് വിളിച്ച് ചോദിച്ചു, സംസ്ഥാന സ്കൂൾ വിജയം അടിച്ചാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ, അങ്ങനെ വെച്ചു. അങ്ങനെ വന്ന് പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഞാനത് നോട്ടീസ് ഇട്ടിട്ടുണ്ട്, ആശംസ പറയണം. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, മോനെ ഒരു ആശംസ എടുത്ത് പഠിക്കും, ശിശുദിനത്തിനെ പറ്റിയാണ് പറയേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എനിക്കതൊന്നും പഠിച്ചിട്ട് പോയി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അഗെയിൻ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. പിന്നെ എന്നെ ഇവിടെ വിളിച്ചത് എൻ്റെ അനീഷേട്ടനും സാറിനും എല്ലാവർക്കും എന്നെ നന്ദി പറയുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകും, എനിക്ക് ഹോസ്റ്റലിൽ പോകേണ്ടത് കൊണ്ട് ഞാൻ പോകും. ഇവരെ എല്ലാവരും കണ്ടതിലും സന്തോഷം. ഇനിയും പ്രോഗ്രാം ഉണ്ടെങ്കിലും വിളിച്ചോ, ഞാൻ വരും. കാരണം എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാനും ഇവിടെ നിന്ന് ഓരോ സ്റ്റെപ്പ് പടിവെച്ചാണ് ഞാനും വളർന്നു വന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ 2ാമത്തെ വട്ടം വരുന്നുള്ളൂ. വേറെ വായനശാലയിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വായനശാലയാണ്. കാരണം ഞങ്ങൾ ഇവിടെ കുറച്ച് നാളെ ആയുള്ളൂ താമസിക്കാൻ തുടങ്ങിയിട്ട്. സോ ഏറ്റവും നല്ലൊരു സീറ്റാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, താങ്ക് യു. ഇനി നമ്മുടെ കുമാരി അനില വിദ്യാസാഗറിന്റെ ഒരു നാടൻ പാട്ട് കേൾക്കാം. ചിന്തുപാട്ട് വേണേൽ പാടാം. നാടൻ പാട്ട് പാടെന്ന് പറഞ്ഞാൽ കൊട്ടിപ്പാടിൻ്റെയൊക്കെ സാധനമാണ്. ചിന്തുപാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പുള്ളിവാൻമിഴി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. പുള്ളിവാൻമിഴി വള്ളി നേരേക്ക് അയ്യട വലവേട നിന്നുടെ മോഹം കൊള്ളാലോ, എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ മോഹമുണ്ടോടാ. ആശംസ അർപ്പിക്കുന്നതിനായിട്ട് വായനശാല വൈസ് പ്രസിഡന്റ് കുമാരി ശില്പ വിജയകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ എത്തിച്ചേർന്ന മറ്റ് വിശിഷ്ടാതിഥികൾ, മറ്റ് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ നവീകരിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനത്തോടൊപ്പം നമ്മുടെ ശിശുദിനാഘോഷവും ഇത്രയും ഭംഗിയായി നടത്തിയ ബാലജനവേദിയുടെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഈ നവീകരിച്ച ഗ്രന്ഥശാല റൂമിൻ്റെ കാര്യം പറയുമ്പോൾ 2023 ഏപ്രിലാണ് ഈ ഭരണസമിതി ചുമതലയേറ്റത്. അന്ന് നമ്മുടെ 18-ലെ പ്രളയത്തോടൊക്കെ അനുബന്ധിച്ച് നമുക്ക് ധാരാളം ബുക്കുകൾ ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്നോണം നമ്മൾ ആദ്യം തന്നെ ഈ വായനശാല കെട്ടിടത്തിൻ്റെ തറയുയർത്തി പുതുക്കി പണിതിരുന്നു. ഒക്ടോബറിലാണ് നമ്മൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തിയത്.
അതിനുശേഷം വായനശാല പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് 2024 തുടക്കത്തിൽ നമ്മുടെ പോഷക സംഘടനയായ ബാലജനവേദി, വനിതാവേദി എന്നിവയ്ക്ക് രൂപം കൊടുത്തു. പിന്നീട് നമുക്ക് ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തത മൂലമാണ് നമ്മൾ ചെയ്യാതിരുന്നത്. ആദ്യത്തെ ഒരു പുതുക്കി പണിയലിന് തന്നെ നമുക്ക് 1,21,000 രൂപയോളം നമുക്ക് ചിലവുണ്ടായിരുന്നു. ബാക്കി പണികൾ പിന്നീട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. ഈ കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് വീണ്ടും ബാക്കി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ വായനശാല അടച്ചിട്ടത്. ലൈബ്രറി കൗൺസിലിൻ്റെ പബ്ലിക്ക എന്ന് പറയുന്ന ആപ്പിലേക്ക് നമ്മളുടെ ബുക്കുകൾ എൻട്രി ചെയ്യേണ്ട ഒരു ജോലി കൂടി ബാക്കിയുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ബുക്കുകൾ പുറത്തേക്ക് എടുത്തപ്പോഴാണ് ബാക്കി പ്രവർത്തനങ്ങൾ ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഇതിനോടൊപ്പം കഴിയുമല്ലോ എന്ന് വിചാരിച്ച് അത് തുടങ്ങി വെച്ചത്. ഈ പബ്ലിക്ക എന്ന് പറയുന്ന ആപ്പിലേക്ക് ഈ ബുക്കുകൾ എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ജോലിയായിരുന്നു. ബാലജനവേദിയുടെയും വനിതാവേദിയുടെയും മറ്റ് മെയിൻ കമ്മിറ്റിയുടെയും ആൾക്കാർ പല ദിവസങ്ങളിലായി വന്നിരുന്നാണ് നമ്മൾ ഈ പരിപാടി തീർത്തത്. ഇപ്പോഴും ബുക്കുകൾ നമുക്ക് എൻട്രി ചെയ്യാൻ ബാക്കിയുണ്ട്. എങ്കിലും അവരുടെയൊക്കെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് നമുക്ക് ആ ഒരു ജോലി കുറച്ചെങ്കിലും തീർക്കാൻ സാധിച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബുക്കുകൾ അകത്തേക്ക് കയറ്റിയപ്പോൾ വായനക്കാരുടെ സൗകര്യാർത്ഥം ലേഖനം, കഥ, കവിത, നോവൽ എന്നിങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ബുക്കുകൾ എടുക്കാൻ നേരത്തെ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ബുക്ക് എടുക്കാനുള്ള വേറൊരു ബുദ്ധിമുട്ട്, മേലിൽ നിന്ന് പൊടിയൊക്കെ വീഴുന്നത് കൊണ്ട് ബുക്കുകൾ തുറക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ഈ വായനശാല റൂം സീല് ചെയ്യുകയും അതിനോടൊപ്പം ടൈൽസ് ഇടുകയും പിന്നെ ഷെൽഫുകൾ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പിന്നെ വായനശാലയുടെ ഒരു സൈഡ് തേച്ചിട്ടുണ്ടായിരുന്നില്ല, അതും ചെയ്തു, പെയിൻറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നവീകരണ പരിപാടികൾ കൂടി നമ്മളിപ്പോൾ ഇതിനോടൊപ്പം നടത്തി. ഒരുപാട് പേരുടെ സംഭാവനകൾ കൂടെ കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം 27,000 രൂപയോളം നമുക്ക് സംഭാവനയായി ലഭിച്ചിട്ടുണ്ടായിരുന്നു. 32,000 രൂപയോളം നമ്മൾ ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചെലവിട്ടു. ഇനിയും നമുക്ക് ബാക്കി ഈ റൂം സീൽ ചെയ്യാനുണ്ട്. ഒട്ടനവധി പരിപാടികൾ ഇനിയും ബാക്കി കിടപ്പുണ്ട്. അതിന് നമുക്ക് ഫണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഉടനെ തന്നെ നമുക്കതും ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ വായനശാലയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്ക് ഒരാൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടി നമ്മൾ വൈഫൈ കണക്ഷൻ എടുത്തിട്ടുണ്ട്. അടുത്ത മാസത്തോടെ നമ്മൾക്കൊരു TV യും വരുന്നതാണ്. അതിനോടൊപ്പം ഒരു CCTV കണക്ഷൻ കൂടി എടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്കിനിയും ചെയ്യാനുണ്ട്. ഏവരുടെയും സഹകരണമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വായനശാലയ്ക്ക് വേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ കൂടെ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ മെമ്പർഷിപ്പ് എടുക്കാനും വായനശാലയിലുള്ള ബുക്കുകളുടെ വിവരങ്ങൾ അറിയാനും ഏതൊക്കെ ബുക്കുകൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നറിയാനും ഒക്കെ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന പോലെ ഈ ഡിജിറ്റലൈസേഷനും മോഡേണൈസേഷനും ഒക്കെ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വരുന്ന ഈ കാലഘട്ടത്തിൽ വായനശാലയും അതിനോടൊപ്പം പ്രവർത്തനം കൊണ്ടുപോകണം എന്നുള്ള ചിന്തയിൽ നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ പറഞ്ഞ വൈഫൈ കണക്ഷനും കമ്പ്യൂട്ടറും ഒക്കെ കുട്ടികളുടെ പഠനാവശ്യത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞ 14-ാം തീയതി നമ്മൾ പുസ്തകോത്സവത്തിൽ പോയി ഏകദേശം 15,000 രൂപയോളം വില വരുന്ന ബുക്കുകൾ നമ്മൾ പുതുതായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള ബുക്കുകൾ, കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന ബുക്കുകൾ, നോവൽ, ലേഖനം, യാത്രാ വിവരണം, അങ്ങനെ ധാരാളം ബുക്കുകൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് ആ ബുക്കുകൾ എടുത്ത് വായിച്ച് നമ്മളുടെ വളർച്ചയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്ന വായനയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ എല്ലാ മേഖലകളും മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളുടെ വായനശാലയും ആ മാറ്റങ്ങൾക്കൊരു ഭാഗമാകുകയും ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായ വായനശാല ഇനിയും ഉയരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി. അടുത്തതായിട്ട് ആര്യൻ ശ്രീ വിനീഷിൻ്റെ ഒരു ഹിന്ദി പാട്ട് കേൾക്കാം. चाचा नेहरू हमें दे दिया इतना प्यार, हम
ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് വായനശാല വനിതാ വേദി പ്രസിഡന്റ് ശ്രീമതി സുഷമ സുധാകരനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയമുള്ള ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മാസ്റ്റർ ശ്രീരാഗ് അടക്കം ഈ വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയമുള്ളവരെ, ഇവിടെ ശില്പ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രന്ഥശാലയുടെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അനീഷ് അടക്കം ഇവിടെ പുതിയ ഭരണസമിതി റിക്സൺ ഉമ്മൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി ഇവിടെ രൂപം കൊണ്ടു കഴിഞ്ഞതിൽ പിന്നെ ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം വളരെ വിപുലമായ രീതിയിൽ തന്നെ നടക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ഈ ഗ്രന്ഥശാലയുടെ 2018 പ്രളയത്തിന് ശേഷം ഒരുപാട് ബുക്കുകൾ നഷ്ടപ്പെടുകയും അതോടൊപ്പം നിലവിലുള്ള ബുക്കുകൾ എല്ലാം തന്നെ പൊടി ആയി ഇരിക്കുകയും അത് ഈ റൂമിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയും വായിക്കാൻ ബുക്കെടുക്കാൻ വരുന്നവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പൊടിയുടെ ഉണ്ടാവുകയും അത് ഒരു ഓർഡർ അല്ലാത്ത രീതിയിൽ നിലനിൽക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബുക്കുകളെല്ലാം കുറച്ച് ദിവസങ്ങൾ 1 മാസത്തോളം ആയി അതെടുത്ത് വെളിയിൽ വെച്ച് പൊടി തട്ടുകയും അതോടൊപ്പം തന്നെ പുതിയ ട്രാക്ക് ഉണ്ടാക്കിക്കൊണ്ട് അതിലേക്ക് ഓർഡർ അനുസരിച്ച് വെക്കുകയും കവിതകളും അതുപോലെ കഥകളെ അത്തരത്തിലുള്ള ബുക്കുകളെല്ലാം ഓർഡർ അനുസരിച്ച് വെച്ച് അതിൻ്റെ ഒരു വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴിവിടെ ഈ ഉദ്ഘാടനത്തിലേക്ക് ഈ ദേശാഭിമാനി ഗ്രന്ഥശാല ഇവിടെ എത്തിച്ചേർന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട അനീഷ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അനീഷിൻ്റെ കൂടെ ചേർത്ത് നിർത്തുന്ന കുറച്ച് നല്ലവരായ പ്രിയമുള്ളവരെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അനീഷ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ഈ ശിശുദിനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരിപാടി ഇത്ര വിപുലമായി നമുക്കിവിടെ ചെയ്യുവാനും പങ്കെടുത്ത കുഞ്ഞുങ്ങളോടൊക്കെ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഈ ശിശുദിനത്തിൻ്റെ ആഘോഷവേളയിൽ ഇവിടെ നമുക്കറിയാം, ശിശുദിനമെന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് റോസാപ്പൂ അണിഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഓർമ്മയാണ് നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം കുട്ടികളായിരുന്നു. തിരിച്ചും കുട്ടികൾക്കും അദ്ദേഹത്തിനെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് നമ്മൾ നവംബർ 14 ഇവിടെ ശിശുദിനമായി ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു ആക്ഷൻ സോങ്ങിനായി ലിയക്കുട്ടിയെ ക്ഷണിക്കുന്നു. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, how wonderful love. Oh, how wonderful love. So high you can get over it, so deep you can get under it, so wide you can get round it. Oh, how wonderful love. Oh, how wonderful love. Thank you. ഇനി ഒരു കുഞ്ഞിപ്പാട്ട് പാടുന്നതിനായി ദീക്ഷ ഉണ്ണിക്കുട്ടിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കുണ്ടൊരു മുത്തശ്ശൻ, നാടിൻ നല്ലൊരു മുത്തശ്ശൻ, കുട്ടികൾ നമ്മളെ സ്നേഹിച്ചിടും വല്ലാരാ പുഞ്ചിരി ഓരോ പനിൽ പൂമുത്തശ്ശന് കൊടുത്തിട, നല്ല പിറന്നാൾ ആശംസകളെ മനന്നിരുന്ന മുച്ചിട. പരിപാടി അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുകുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകുന്നു. പ്രോത്സാഹന സമ്മാനം നൽകുന്നതിനായി വൈകാലക്ഷ്മിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം ലിയമോൾക്ക് സമ്മാനം നൽകുന്നു. ദക്ഷയ്ക്ക് സമ്മാനം നൽകുന്നു.
ആര്യന് സമ്മാനം നൽകുന്നു. വൈഗാലക്ഷ്മി നമ്മൾക്ക് വേണ്ടി ഒരു മനോഹര ഗാനം ആലപിക്കുന്നു. கொஞ்சம் தயங்காதப்பா, ரொம்ப அடங்க வேணாப்பா, கொஞ்சம் மயங்காதப்பா, பாப்பா கொஞ்சம் பாட்டு கவாலா, கொஞ்சம் டான்ஸ் கவாலா, ரெண்டும் உனக்காகவே கவாலா கவாலா. வானு கவலையா, கவலை ரா 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 ரா. வானு கவலையா, கவலை ரா 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 ரா. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. നന്ദി പറയുന്നതിനായി ആശ്രിത സന്ദീപിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയങ്കരിയായ ഉദ്ഘാടക, ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന രജനി മാഡം, ശില്പ വിജയകുമാർ, അനില വിദ്യാസാഗർ, സുഷമ സുധാകരൻ, ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ശിശുദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വായനശാലയുടെയും ബാലജനവേദിയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടവർ പറഞ്ഞതിനാൽ ഈ വൈകിയ വേളയിൽ ഞാനൊരു പ്രസംഗത്തിനായി മുതിരുന്നില്ല. എൻ്റെ കർത്തവ്യം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ്. ഈ സമ്മേളനത്തിന് ഉദ്ഘാടകയായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ വൈഗാലക്ഷ്മി ഏറെ തിരക്കുകളുടെ ഇടയ്ക്കും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട വൈഗാലക്ഷ്മിക്ക് സമ്മേളനത്തിൻ്റെ പേരിലും ബാലജനവേദിയുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ബാലജനവേദിയുടെ പ്രസിഡന്റ് കൂടിയായ മാസ്റ്റർ ശ്രീരാഗ് സജീവിന് ഔപചാരിക പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്ന വളരെ നല്ലൊരു ക്ലാസ് എടുത്തു തന്ന വിയപുരം സ്കൂൾ സൈക്കോളജിക്കൽ കൗൺസിലറായ ശ്രീമതി രജനി മേഡത്തിന് സമ്മേളനത്തിൻ്റെ പേരിലും ബാലജനവേദിയുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തി നമുക്ക് നാടൻ പാട്ടുകൾ പാടിത്തന്ന സംസ്ഥാന കലോത്സവ വിജയിയായ
കുമാരി അനില വിദ്യാസാഗറിന് സമ്മേളനത്തിൻ്റെ പേരിലും ബാലജനവേദിയുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ ആശംസകൾ അർപ്പിച്ച വായനശാല വൈസ് പ്രസിഡന്റ് കുമാരി ശില്പ വിജയകുമാറിനും വനിതാവേദി പ്രസിഡന്റ് സുഷമ സുധാകരനും സമ്മേളനത്തിൻ്റെ പേരിലും ബാലജനവേദിയുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിന് അവസരമൊരുക്കി തന്ന വായനശാല ഭാരവാഹികൾക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ കഴിഞ്ഞ ഒരു മാസമായി നടന്നിരുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയ ഫിബിൻ ഉണ്ണൂട്ടൻ ചിറയിൽ, ജിജിമോൻ ഡോക്ടർ, സിബിൻ കുന്നേൽ, സനു മുണ്ടകത്തിൽ, ഫാദർ ജേക്കബ് ജോൺ മലയിൽ, ബിനു കോട്ടൊരുത്തിൽ, റോയ് മാത്യു അമ്പ്രയിൽ, പുഷ്പ ഷാജി, റെജി കോട്ടൊരുത്തിൽ, കൂടാതെ വായനശാലയ്ക്ക് വൈഫൈ സ്പോൺസർ ചെയ്ത അനീഷ് താമരങ്ങളിൽ, കമ്പ്യൂട്ടർ സംഭാവന നൽകിയ ഷോജി ഈരത്ര, ഒപ്പം തന്നെ ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്ക് സമ്മാനവും ട്രോഫിയും നൽകിയ ബാബു അങ്കിളിന്, ചെറുതും വലുതുമായ സഹായങ്ങൾ കൊണ്ട് നമ്മുടെ കൂടെ നിന്ന നല്ലവരായ നാട്ടുകാർക്കും പരിസരവാസികൾക്കും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ പരിപാടി ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ജോയ് ഡിജിറ്റൽ സ്റ്റുഡിയോ പ്രവർത്തകർക്കും മൈക്ക് സെറ്റ് ഓപ്പറേറ്റർമാർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏറ്റവും അവസാനമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു.